വേനൽക്കാലമായാൽ നമ്മുടെ പല വീടുകളിലും പേടി സ്വപ്നമായിട്ടുള്ള ഓട്ടെരുമ അഥവാ മുപ്ലി മണ്ടിനെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന 10 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു വർഷക്കാലത്തോളം ആയുസുള്ള ഓട്ടെരുമ 9 മാസ കാലയളവും ഒരേ കെട്ടിടത്തിൻ്റെ മേൽക്കൂരി തന്നെ ഉപവാസത്തിലാണ്. ഒരു തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാതെ ഇരിക്കുന്ന സ്ഥലം പോലും ഒരു മാറ്റവുമില്ലാതെ ഒരു വർഷത്തിൽ 9 മാസ കാലയളവോളം ഉപവസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കെട്ടിടത്തിൽ തന്നെ 5 ലക്ഷം മുതൽ 45 ലക്ഷം വരെ ഓട്ടെരുമകൾ ഒരേ സമയം എത്തുകയും കൂട്ടത്തോടെ താമസിക്കാറുണ്ട്. ഓരോ വർഷവും ജനിക്കുന്ന വണ്ടുകൾ അവയുടെ മുൻ തലമുറ താമസിച്ച അതേ കെട്ടിടത്തിൽ തന്നെ എത്തിച്ചേരാറുണ്ട്. ഏകദേശം 20 വർഷത്തോളം ഒരേ കെട്ടിടം തന്നെ ഇവയുടെ പല തലമുറകൾ മാറി മാറി താമസിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത മഴക്കാലങ്ങളിൽ ഓരോ വണ്ടുകളും ഒന്നിനുമേൽ ഒന്നായി അള്ളി പിടിച്ചിരിക്കുന്നത് ഉള്ളിലുള്ള വണ്ടുകൾക്ക് തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുകയും ഒരു ഇൻസുലേറ്ററായിട്ട് മുകളിലുള്ള വണ്ടുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുപ്ലി വണ്ടുകൾ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ മുപ്ലി എന്ന സ്ഥലത്ത് 1970കളിൽ നടത്തിയ പഠനത്തോടെയാണ് ഈ വണ്ടുകൾക്ക് മുപ്ലി വണ്ട് എന്ന പേര് വന്നത്. പ്രധാനമായും കേരളത്തിൽ റബ്ബർ തോട്ടങ്ങളുള്ള ഭാഗങ്ങളിലാണ് മുപ്ലി വണ്ടുകൾ കൂടുതലായി കാണപ്പെടുന്നത്. റബ്ബർ തോട്ടങ്ങളുടെ പൊഴിഞ്ഞു വീണ ഇലകളുടെ അടിയിലാണ് കൂടുതലായി മുപ്ലി വണ്ടുകൾ അതിൻ്റെ ലാർവാ ഘട്ടത്തിൽ താമസിക്കുന്നത്. റബ്ബർ മരത്തിൻ്റെ പൊഴിഞ്ഞ ഇലകൾ സംസ്കരിക്കുന്നതും അത് റബ്ബർ മരങ്ങൾക്ക് വളമായി മാറ്റുന്നതിനും മുപ്ലി വണ്ടുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ഇവയെ മറ്റു പക്ഷികളോ അല്ലെങ്കിൽ ജീവികളോ പിടിച്ചു തിന്നാറില്ല. ഇവയെ സ്പർശിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുമ്പോഴോ ഇവയിൽ നിന്നും സ്രവിക്കുന്ന ഒരു രൂക്ഷഗന്ധമുള്ള ദ്രാവകം മറ്റ് പ്രെഡേറ്റേഴ്സിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇവരെ പ്രതിരോധിക്കാനായിട്ട് ഫലപ്രദമായതും സുരക്ഷിതമായിട്ടുള്ള സംവിധാനം ഇന്നുവരെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പലവിടെയും പലതരത്തിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിൽ പണ്ടുകാലത്ത് ചിരട്ടകൾ തമ്മിൽ മുട്ടി ശബ്ദമുണ്ടാക്കിയാൽ ഓട്ടെരുമകൾ വരില്ല എന്ന ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ മനുഷ്യനെ ഉപദ്രവിക്കണമെന്ന യാതൊരു ഉദ്ദേശവുമില്ലാത്ത മുപ്ലി വണ്ടുകൾ നമുക്ക് ശല്യമാവുന്നത് ഇവയുടെ കൂട്ടത്തോടെയുള്ള സാന്നിധ്യമാണ്. ഇവ കൂട്ടത്തോടെ എത്തുമ്പോൾ മനുഷ്യൻ്റെ ചെവികളിലും മറ്റും ഭക്ഷണത്തിൽ വന്നപ്പോഴാണ് ഇത് കൂടുതലായിട്ടും ശല്യമുണ്ടാക്കുന്നതും മനുഷ്യന് ഏറ്റവും അറപ്പുള്ളാക്കുന്ന ഒരു ജീവിയായി മാറിയതും. ലുപ്രോപ്സ് ട്രിപ്സ്റ്റിസ് എന്നാണ് ഓട്ടെരുമയുടെ ശാസ്ത്രീയ നാമം. ഇവ ടെനിബ്രിനിയോടെ എന്ന വണ്ട് വർഗ്ഗത്തിൽപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഇവയുടെ ഉത്ഭവം. ടെനിബ്രിയോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ഈ വാക്കിനർത്ഥം ഇരുട്ടിനെ പ്രണയിക്കുന്നവനെന്നാണ്. കൂടുതലും ഇരുട്ടുള്ള ഭാഗങ്ങളിലാണ് ഓട്ടെരുമകൾ കൂട്ടത്തോടെ വസിക്കുന്നത്. മുൻകാലങ്ങളിൽ നിലാവെളിച്ചത്തോടായിരുന്നു ഓട്ടെരുമകൾക്ക് കൂടുതൽ ഇഷ്ടം. എന്നാൽ പിന്നീട് നമ്മുടെ വീടുകളിലെല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള ബൾബുകൾ അല്ലെങ്കിൽ വെളിച്ചം വന്നതോടെ ഓട്ടെരുമകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. കൂടുതലും തൻ്റെ വാസസ്ഥലത്തോട് അടുത്തുള്ള വെളിച്ചങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനും ഇടയായി.